ആദി സാർ. പ്രീതി വന്നോ? എവിടെ ഡോക്യുമെന്റ്? ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. എന്നാ താൻ അതെടുക്ക്. ഓക്കെ സാർ. സാർ എന്തുകൊണ്ടാ ഇന്നലെ തന്നെ അത് ബാങ്ക് കൊടുക്കാൻ സമ്മതിക്കാത്തത്? അത് അതിലൊരു സൈൻ എനിക്ക് ഇന്നേ ചെയ്യാൻ പറ്റൂ, അതുകൊണ്ടാണ് ഇന്നലെ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. താൻ അവിടെ ഇരുന്ന് നോക്കിക്കോ പ്രീതി. ആ സാർ. ഇന്നലെ ഇതിൽ വെച്ച ഡോക്യുമെന്റ് ചെക്കും കാണുന്നില്ലല്ലോ. പ്രീതി കിട്ടിയോ? അത് സാർ. പറ പ്രീതി, തനിക്ക് കിട്ടിയോ? അത് സാർ, ഇതിൽ കാണുന്നില്ല. കാണുന്നില്ലേ? താൻ നല്ലോ നോക്ക്. സാർ, ഞാൻ നോക്കിയിട്ട് ഇതിൽ കാണുന്നില്ല. പ്രീതി, താനെന്താ പൊട്ടം കളിക്കാണോ? ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കാണുന്നില്ല നിസ്സാരമായിട്ട് പറയാൻ തനിക്ക് എങ്ങനെ കഴിയുന്നു? സാർ, ഞാൻ വെച്ച സ്ഥലത്തില്ല. ഞാൻ ഇത് ഫുള്ള് നോക്കി, കാണുന്നില്ല. പ്രീതി, തമാശ കളിക്കല്ലേ. ഇത് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് തന്നോട് പറഞ്ഞല്ലേ? ബട്ട് സാർ, നോക്കിയിട്ട് കാണാൻ ഞാൻ എന്താക്കാനാ? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വീട്ടിൽ മാത്രം ഇന്നലെ പോയിട്ടുള്ളൂ. പ്രീതി, താൻ തമാശ കളിക്കല്ലേ. താൻ നല്ലോ നോക്ക്. തമാശയല്ല സാർ, ഇതിൽ കാണുന്നില്ല. പ്രീതി, താനെന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. സാർ, മനഃപൂർവ്വം ഞാൻ അങ്ങനെ ചെയ്യോ? അത് കൊണ്ടുപോയി കളയോ? എന്ത് വിചാരിച്ചടി? കുറച്ച് നിന്നോട് ഫ്രീ ആയിട്ട് ഇടപെട്ടപ്പോ നീ എന്റെ പൈസ മുക്കാന്ന് വിചാരിച്ചല്ലേ? നീയും നിന്റെ കാമുകനും കൂടി ചെയ്ത പണിയായിരിക്കില്ലേ ഇത്? സാർ എന്താ പറയുന്നത്? എനിക്കിത് അറിയ പോലില്ല. പ്രീതി, എന്റെ ക്ഷമയെ പരീക്ഷിക്കാതെ മര്യാദയ്ക്ക് എനിക്ക് എന്റെ സാധനം എടുത്തു തന്നോ. ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരാനാ അത്? എന്റെ ഡോക്യുമെന്റും എന്റെ പൈസയും മുക്കിയിട്ട് ഇരുന്ന് സെന്റിമെന്റ് അടിക്കുന്നോ? 24 മണിക്കൂർ ഞാൻ സമയം തരും. അതിനുള്ളിൽ എന്റെ സാധനം കിട്ടിയില്ലെങ്കിൽ സാർ, ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുതരാം. ഇറങ്ങി പോടി ഇവിടുന്ന്. സാർ, നിന്നോട് പോവാൻ. അതെവിടെയാ? എന്റെ കമ്പനിയെ നശിപ്പിക്കാൻ അവൾ എന്റെ കൂടെ വന്നു. അവളെ വെറുതെ വിടില്ല. അതെ, ആദിത്യവർമ്മയാണ്. ഇത് എവിടെ നിന്നാണ്? ഓക്കെ, ഇപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഒരു 5 മിനിറ്റ്സിനുള്ളിൽ. ഇവൻ എവിടുന്നാ കിട്ടിയത്? സാറിന്റെ കമ്പനിയിലെ ചെക്ക് മാറാൻ ചെന്നതാ. പക്ഷെ അവർക്ക് എന്തോ ഡൗട്ട് തോന്നി. അതിലൊരു സിഗ്നേച്ചറും കൂടി കുറവായിരുന്നു. അങ്ങനെ ഞങ്ങളെ വിളിച്ചതാ. അപ്പൊ ഇവനെല്ലാം തത്തോ പറയുന്ന പോലെ പറഞ്ഞു. ഇവന്റെ കാമുകിയില്ലേ സാറോ കൂടെ വർക്ക് ചെയ്യുന്ന ആ കുട്ടി, അവളല്ല. അവളുടെ ബാഗ് ഇവനടുത്ത് ആ കൊച്ചു പോവാ. എടാ, നിന്നെ എത്രമാത്രം അവൾ സ്നേഹിക്കുന്നുണ്ടടാ. എന്നിട്ട് നീ അവളോട് ഇങ്ങനെയാണോ ചെയ്യുന്നേ? ഞാനും അവളുടെ ഫ്രണ്ടൊക്കെ പറഞ്ഞിട്ടു നിന്നെ ഉപേക്ഷിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. അവൾക്ക് നീ കൊടുത്ത സമ്മാനം ഏതായാലും കണക്കായി. സാർ, ഞാനല്ല, ഇവര് നുണ പറയുക. എടാ, ഇവനെപ്പോലുള്ള ഫ്രോഡുകൾ ഒരിക്കലും നന്നാവില്ല സാർ. ഇവന്റെ ചതിയിൽ വീഴുന്ന പെൺകുട്ടികളുടെ കാര്യമാണ് കഷ്ടം. സാർ, ഞങ്ങളെന്താ തുടർന്ന് ചെയ്യേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ നിയമ നടപടികളായി മുന്നോട്ട് പോയിക്കോളൂ. എല്ലാ സപ്പോർട്ടും ഞാനുണ്ടാവും. സാർ, എങ്ങനെ പറയരുത്. എന്നെ വെറുതെ വിടാൻ പറയണം പ്ലീസ് സാർ. മിണ്ടാ നിൽക്കടാ നാറി. നീ കാരണം ഞാൻ അവളെ കുറെ വേദനിപ്പിച്ചു. ഇനി നീ മിണ്ടിപ്പോരുത്. ഇതിന്റെ പേരിൽ പ്രീതിക്ക് എന്ത് സംഭവിച്ചാ തന്നെ ഞാൻ വെറുതെ വിടില്ല. നോക്കിക്കോ. നടക്കടാ അങ്ങോട്ട്. സാർ, എന്നെ വിടൂ പ്ലീസ്. അങ്ങോട്ട് നടക്കടാ. ഈ പ്രീതിയെ വിളിച്ചിട്ട് എന്താ അവള് സ്വിച്ച് ഓഫ്? എത്ര നേരം ഞാൻ വിളിക്കുന്നു. ഞാൻ ഇന്ന് അവളെ എന്തൊക്കെയാ പറഞ്ഞത്? ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ. അവളെ നിരപരാധിയാന്ന് എനിക്കറിയാമായിരുന്നിട്ടും ഞാൻ ആ ദേഷ്യത്തിന് എന്തൊക്കെയോ പറഞ്ഞുപോയി. പാവള് ഒരുപാട് ഫീൽ ആയിട്ടുണ്ടാവും. എൻ്റെ ഈശ്വര, എനിക്ക് അവളില്ലാതെ പറ്റുന്നില്ലല്ലോ. എനിക്ക് അവളെ ഒന്ന് കാണണം, സോറി പറയണം. ഡോക്യുമെന്റ് തിരിച്ചു കിട്ടിയെന്ന് അവളോട് പറയണം. അരുണിനെ പറ്റി അവൾ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കട്ടെ. അവൾ ഇനിയും മനസ്സിലാക്കില്ല. എത്ര കിട്ടിയാലും അവൾ പഠിക്കില്ല. അവൾ അത്രത്തോളം അവനെ സ്നേഹിക്കുന്നുണ്ട്. പ്രീതി, നീ എവിടെയാ? എത്ര നേരമായി? നിനക്ക് എന്നോടൊന്ന് പറഞ്ഞിട്ട് പോയാ. ഞാനിവിടെ വിഷമിക്കുന്നു, നിനക്കറിയില്ലേ? ആ ഡോക്യുമെന്റോ ആ ഫയലാണോ എനിക്ക് വലുത്? നീയല്ലേ? ആ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. സോറി. ഒന്ന് വാ പ്രീതി. ഈ സാറെന്താ ആലോചിക്കുന്നേ? അവളെ പറ്റിയാണോ? ആ പ്രീതിയെ പറ്റി? വന്ന മുതൽ പ്രീതി എവിടെയാന്നാ ചോദിക്കുന്നത്. എനിക്ക് ദേഷ്യം പഠിക്കുന്നുണ്ട്. എന്തായാലും പോയി ഒന്ന് സോപ്പിടാം. സാർ, എന്താ ഒറ്റയ്ക്ക് ഇരിക്കുന്നേ? പ്രീതി വന്നോ? പ്രീതി എന്തിനു സാർ? ഞാനില്ലേ? പ്രീതി വരേണ്ട സ്ഥാനത്ത് താൻ വന്നാൽ ശരിയാവോ? സാർ എന്തിനാ അവളെ പറ്റി ചോദിക്കുന്നേ? അവൾ പോണേൽ പോട്ടെ. സാറിന്റെ ചെക്ക് കട്ടവളല്ലേ?
എടോ താൻ കാര്യം അറിയാതെ സംസാരിക്കരുത്. അതെനിക്ക് കിട്ടി, അതെങ്ങനെ കിട്ടിയെന്നൊക്കെ പറഞ്ഞല്ലേ തന്നോട്. പിന്നെയും അവളെ മേരി ഓരോന്ന് എലഗേഷൻസ് ആരോപിക്കുകയാണോ? സാർ അവൾ ആളത്ര ശരിയില്ല. എന്റെ പോലെ ആള് ഡീസന്റ് അല്ല. ആണോ? പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി. പിന്നെന്തിനാ സാർ അവളെ അന്വേഷിക്കുന്നത്? താൻ എൻ്റെ മുന്നിൽ നിന്ന് കെടുന്നും മാഞ്ഞാളം കൊഞ്ചാലുണ്ടല്ലോ, ഇറങ്ങിപ്പോടോ. സാർ അല്ലേ തന്നെ ഞാൻ പ്രീതിയെ പറ്റി ആലോചിച്ച് ടെൻഷനായി നിൽക്കുക. അപ്പോളാ തൻ്റെ ഒരു വർത്താനം. ഒന്ന് പോടോ. സാർ എന്നോട് തന്നെയാണ് ഇത് പറയുന്നത്. വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ എൻ്റെ മുന്നിൽ? താൻ പോയേ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. സാർ ഇയാളെ ഞാനുണ്ടല്ലോ, ഇയാളെ ഞാൻ വെറുതെ വിടില്ല. പ്രീതി താൻ എവിടെയാ? എൻ്റെ ഫോണും തനിക്ക് എടുത്തൂടെ? ഓ